ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കോയിയുടെ ചെറിയ വസ്തുക്കൾ, അതായത് 6ാം ക്ലാസ്സിലെ മലയാളമാണ്. മലയാളത്തിൽ കോയിയുടെ ചെറിയ വസ്തുക്കൾ എന്ന ചാപ്റ്ററിൽ നമ്മളൊരു കഥ ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ കമൻസ് ഉണ്ടായിരുന്നു കഥ വേണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ കഥയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഥയരങ്ങ്. കഥയിലെ അവസാന വാക്യം നോക്കൂ. കോയ വൻ നഗരത്തിന്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ്. കഥ ഇവിടെ അവസാനിക്കുന്നുണ്ടോ? വൻ നഗരം, തെരുവ്, കയ്യിലുള്ള സാധനങ്ങൾ, വിൽക്കൽ തുടങ്ങിയ സൂചനകൾ ശ്രദ്ധിക്കൂ. ഇത് കോയയുടെ മാത്രം കഥയാണോ? നിങ്ങളുടെ ചിന്തകളെല്ലാം ചേർത്ത് ഒരു കഥ എഴുതി നോക്കൂ. കഥകൾ ക്ലാസ്സിലെ കഥയരങ്ങിൽ അവതരിപ്പിക്കുമല്ലോ. അപ്പൊ നിങ്ങളോട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു കഥ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് വേറെ കഥകൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളായിരുന്നു സതീഷ്. അച്ഛനും അമ്മയും സഹോദരിയും ഭാര്യയും കുഞ്ഞും ഉൾപ്പെടുന്ന കുടുംബം. സതീഷിന് പറയത്തക്ക ജോലിയൊന്നും ആയിട്ടില്ല. അച്ഛനമ്മമാർ കൂലിവേല ചെയ്തും സതീഷ് കിട്ടുന്ന ജോലിക്ക് പോയുമാണ് ഇവർ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. സതീഷ് പല പല ചെറിയ കൂലിവേലകളും ചെയ്തിരുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സതീഷിന് വിദേശത്ത് ഒരു ജോലിക്ക് അവസരം ലഭിക്കുന്നത് ആ സമയത്താണ്. ആകെ ഉണ്ടായിരുന്ന കിടപ്പാടം ബാങ്കിൽ പണയം വെച്ച് വിദേശത്ത് പോകാനുള്ള പണം സതീഷ് തയ്യാറാക്കി. അവിടെ ജോലിക്ക് കയറിയാൽ അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളത്തുക വെച്ച് ബാങ്കിലെ കടം കുറച്ചായി തീർക്കാം എന്നതായിരുന്നു സതീഷിന്റെ മനസ്സിൽ. എന്നാൽ വിദേശത്തേക്ക് ഭാര്യയും കുട്ടിയെയും കൊണ്ടുപോകാൻ സാധിക്കില്ല. അതൊരു വിഷമമാണ്. സതീഷ് വിദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. വിദേശത്ത് എത്തുന്ന സതീഷ് അവിടെ ഒരു അറബിയുടെ സൂപ്പർ മാർക്കറ്റിലാണ് ജോലിക്ക് കയറുന്നത്. ഒറ്റയ്ക്കുള്ള ജീവിതമാണ്. അതിൻ്റെതായ മാനസിക ബുദ്ധിമുട്ടുകളും ചെലവുകളും ഉണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടി ജോലി എടുക്കാൻ സതീഷ് തീരുമാനിക്കുന്നു. എന്നാൽ വിചാരിച്ചതുപോലെ പണം ലഭിക്കുകയോ പണം നാട്ടിലേക്ക് അയക്കാനോ സതീഷിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അധിക സമയം ജോലി ചെയ്തും തൻ്റെ ഭക്ഷണത്തിനും മറ്റു ചെലവുകൾക്കുമായിട്ടുള്ള തുക ചുരുക്കിയും സതീഷ് പണം ഓരോ മാസവും നാട്ടിലേക്ക് അയക്കുമായിരുന്നു. ഒരു വൻ നഗരത്തിലേക്ക് ചേക്കേറിയപ്പോൾ സതീഷിന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു. സഹോദരിയുടെ കല്യാണം നടത്തണം, വീടിന്റെ കടം തീർക്കണം, ഭാര്യയും കുട്ടിയും നന്നായി നോക്കണം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ. ഇവിടെ സതീഷിൻ്റെന്നാണ്. അപ്പൊ ഇത് ഒന്ന് തിരുത്തി വായിക്കുക കേട്ടോ. ടൈപ്പ് ചെയ്തപ്പോൾ വന്നതാണ്. സതീഷിന്റെ മനസ്സിൽ നിന്നാണ്. അടുത്തത്, അങ്ങനെ ആ മാസവും നാട്ടിലേക്ക് പണം അയക്കേണ്ട ദിവസം വന്നെത്തി. കയ്യിലുള്ളത് ചെറിയൊരു തുക മാത്രമാണ്. ഈ തുക അയച്ചാൽ നാട്ടിൽ ഒരു ചെലവിനും തികയില്ല എന്ന് അറിയാമായിരുന്നു. തന്റെ മുതലാളിയായ അറബിയോട് കുറച്ചു തുക മുൻകൂർ തരുമോ എന്ന് ചോദിക്കാനായി സതീഷ് അറബിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ അറബി ശമ്പളത്തുക മുൻകൂട്ടി നൽകില്ല എന്ന് പറയുന്നു. വളരെ സങ്കടത്തോടെ സതീഷ് അവിടെ നിന്നും ഇറങ്ങി നടക്കുന്നു. ചുറ്റും ഒരുപാട് തിരക്കുകളുള്ള ഒരു തെരുവിലൂടെയാണ് നടക്കുന്നത്. ആ തിരക്കുകളോ ശബ്ദങ്ങളോ സതീഷ് അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്റെ മുന്നിൽ ഒരു ശബ്ദം കേട്ട് സതീഷ് നിൽക്കുന്നു. ഏതോ ഒരു കച്ചവട സാധനം വിൽക്കാൻ നിൽക്കുന്ന ഒരാളാണ് എന്ന് മാത്രം സതീഷിന് മനസ്സിലായി. ഇത് സതീഷിന് നാക്കുക, ഇത് വേണ്ട. സതീഷിന് മനസ്സിലായി. എന്നാൽ അയാൾ ഒരു കച്ചവടക്കാരനല്ല. അയാളുടെ കയ്യിൽ വില കൂടിയ ഒരു വാച്ചാണ് ഉണ്ടായിരുന്നത്. ഇത് വില എന്നാണ്, നോർമൽ ആയിട്ടുള്ള വള്ളിയാണ് കേട്ടോ. വില കൂടിയ ഒരു വാച്ചാണ് ഉണ്ടായിരുന്നത്. ആ വാച്ച് വാങ്ങാൻ അയാൾ നിർബന്ധിക്കുകയാണ്. ഈ വാച്ച് വാങ്ങിക്കാമോ? എനിക്ക് പണത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വിൽക്കുന്നത് എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ടതും സതീഷിന്റെ മനസ്സിൽ, ഇതും സതീഷിൻ്റെന്നാണ്, സതീഷിന്റെ മനസ്സിൽ എന്തോ ഒരു ആശയം ഉദിച്ചതുപോലെ തോന്നി. സതീഷിന്റെ മനസ്സിലേക്ക് എവിടെ നിന്നോ സമാധാനം വന്നു നിറയുന്നു. കാരണം തൻ്റെ കയ്യിലും ഇതുപോലെ എന്തെങ്കിലും വിൽക്കാൻ കാണുമായിരിക്കും. റൂമിൽ പോയി ഒന്ന് തിരഞ്ഞു നോക്കാം, എന്നിട്ട് അത് വിറ്റ് കിട്ടുന്ന പണം കൂടി ചേർത്ത് നാട്ടിലേക്ക് അയക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സതീഷ് റൂമിലേക്ക് മടങ്ങുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ചെറിയൊരു സ്റ്റോറി. ഇത് കോയയുടെ ആ ഒരു ചാപ്റ്ററുമായിട്ട് സിമിലർ ആയിട്ടാണ് ഞാൻ ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കൊരു കഥ ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമ്മളുടെ സ്റ്റോറിയുമായിട്ട് അതേപോലെ നിൽക്കുന്ന ഒരു കഥയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് യൂണിറ്റ് 2 കോയയുടെ ചാപ്റ്ററിലെ എല്ലാ എക്സസൈസുകളും എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ അതിഥി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ വേണം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക. നമ്മുടെ പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.